الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين إن هذا لهو الفوز العظيم اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരെ, സ്വർഗക്കാർ അവർ സ്വർഗത്തിന്റെ സുഖങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കെ അവർ പരസ്പരം നടത്തുന്ന ചില സംസാരങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിവരണമായി തിരുസുന്നത്തിലും വിശദീകരിക്കുന്നത് കാണാം. സ്വർഗത്തിന്റെ അവകാശികൾ ഒരുമിച്ചിരുന്ന് നടത്തുന്ന സംസാരങ്ങൾ, സ്വർഗത്തിലെ ചാരുമഞ്ചങ്ങളിലും കട്ടിലുകളിലും സ്വർഗസുഖങ്ങളിലും അവർ ഒരുമിച്ചിരിക്കെ അവർ പരസ്പരം നടത്തുന്ന സംസാരങ്ങൾ. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ വിവിധ തരത്തിലുള്ള ആനന്ദ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ആ ആനന്ദ ജീവിതങ്ങളിൽ ഒന്ന് സ്വർഗത്തിലെ സുഖമാണ്. അതിലേറെ പ്രധാനമായത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അതിലും ഏറ്റവും പ്രധാനമായത് അള്ളാഹുവിന്റെ ലിഖാ ആണ്, തിരുമുൽ കാഴ്ചയാണ്. ഈ ആസ്വാദനത്തിനും ആനന്ദത്തിനുമിടയിൽ സ്വർഗത്തിൽ വസിക്കുന്നവർ അവർക്കിടയിൽ നടക്കുന്ന ഒരു സംഭാഷണ രംഗം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായം സൂറത്ത് സ്വാഫാത്ത് അതിന്റെ 50-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു തആല പറയാണ്, فأقبل بعضهم على بعض يتساءلون قال قائل منهم إني كان لي قرين. ആ സ്വർഗത്തിൽ വസിക്കുന്നവർ, സ്വർഗവാസികൾ ചിലരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പരസ്പരം ചോദിക്കും, പല ചോദ്യങ്ങളും ചോദിക്കും. അവയിൽ നിന്ന് ഒരു വക്താവ് പറയും, കൂട്ടത്തിൽ ഒരാൾ പറയും, തീർച്ചയായും എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇവർ ഇപ്പോൾ സംസാരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് പറയാൻ പോകുന്നത് നാം ഇപ്പോൾ ജീവിക്കുന്ന ദുനിയാവിനെ സംബന്ധിച്ചാണ്. തനിക്ക് ഈ ദുനിയാവിൽ വെച്ച് ഉണ്ടായിരുന്ന ഒരു സ്നേഹിതനെ പറ്റി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ, ആസ്വാദനങ്ങളിൽ ഇദ്ദേഹം ഓർക്കണം. എന്തായിരുന്നു ഈ സുഹൃത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ന്യൂനത എന്തായിരുന്നു? അദ്ദേഹം ഇങ്ങനെയുള്ളൊരു ജീവിതത്തെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയും ആ മരണാനന്തര ജീവിതത്തിൽ, ഈ സ്വർഗത്തിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന സുഖങ്ങളിൽ വിശ്വസിച്ചതിന് എന്നെ വിമർശിക്കുകയും ചെയ്ത ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അവൻ എന്നോട് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ അള്ളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കഥ പറയുന്നത് പോലെ. എന്താണ്? യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമദീനൂൻ. എന്താണ് അയാൾ പറയാ? അവൻ പറയുമായിരുന്നു, തീർച്ചയായും നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണോ? പരിഹാസമാണ് ചോദ്യത്തിലുള്ളത്. എന്താ, നിനക്ക് വിവരമില്ലേ, ബുദ്ധിയില്ലേ, യുക്തിയില്ലേ? ഈ കാലഘട്ടത്തിലെ ചില ചെറുപ്പക്കാർ ചോദിക്കുന്നത് പോലത്തെ ചോദ്യം. എന്നിട്ട് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കാം, ആ ബുദ്ധിശൂന്യതയായി
ഈ ചോദിക്കുന്ന വ്യക്തി മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാണ്. നാം മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ നൽകപ്പെടുന്നതാണോ ചോദിക്കാൻ. 52, 53 പരിഹസിച്ചും നിഷേധിച്ചും ഇയാളോട് ചോദിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? നമ്മൾ മരിക്കുന്നത് വരെയും ചെയ്തു പോയ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്നാണോ നീ പറയുന്നത്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ അവിശ്വാസിയായ സുഹൃത്ത് ചോദിക്കുന്നത് വളരെ വിചിത്രമായ അതിവിദൂരമായ ഒരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ബുദ്ധിയില്ല നിനക്ക്, യുക്തിയില്ല നിനക്ക്. നീ ജീവിക്കുന്നത് ഈ പരിഷ്കൃതമായ ഒരു നാട്ടിലല്ലേ? ഇന്നത്തെ ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ പെട്ട ഒന്നാണ്. അല്ലാഹു തആല എത്ര കൊല്ലങ്ങൾക്കും അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകൾക്കും മുമ്പ് രസകരമായിട്ട് അത് പറഞ്ഞു തരുന്നറിയോ? ആ ചോദ്യത്തില് ഇയാളുടെ ബുദ്ധിയുടെ ഔന്നത്യം പ്രകടമാക്കുന്ന രീതിയിൽ ചോദ്യം തരുമോ? സ്വർഗക്കാരോട് ഈ നരകത്ത് കിടക്കുന്ന ആള് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ശിഥിലമാക്കപ്പെടുകയും മണ്ണും അസ്ഥിയുമായി തീരുകയും ചെയ്താൽ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും നമ്മുടെ പ്രവർത്തികൾ കണക്കിലെടുത്തിട്ട് അല്ലാഹു തആല പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? എന്തൊരു ചോദ്യം എന്നാലോചിക്കുക. സ്വർഗക്കാരൻ തന്റെ സഹോദരനോട് പറയും, അഥവാ കൂടിയിരിക്കുന്ന ആൾക്കാരോട് പറയും, ഇതാണ് എന്റെ കഥ, സ്വർഗത്തിലിരുന്നിട്ട് ദുനിയാവിലെ കഥ പറയുന്നു. അല്ലാഹു അക്ബർ. ദുനിയാവിലെ കഥ സ്വർഗത്തിലിരുന്നിട്ട് പറയാൻ, ഇതാണ് എനിക്കും എന്റെ സുഹൃത്തിനും ഇടയിൽ സംഭവിച്ചത്. ഞാനൊരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. അതേസമയം അയാളോ പുനരുദ്ധാനത്തിൽ, ബഅത്തിൽ, നുശൂറിൽ, മരണാനന്തര ലോകത്ത് അവിശ്വസിക്കുകയും അവൻ മരിക്കുന്നതുവരെ അതിനെ നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. ദൂതന്മാർ ഞങ്ങളോട് പറഞ്ഞ സ്വർഗത്തിലേക്ക് ഞങ്ങളെത്തി, സംശയമില്ല. അയാൾ എത്തിയതോ നരകത്തിലുമാണ്. തുടർന്ന് ആ സ്വർഗത്തിൽ തന്റെ സഹോദരങ്ങളോടൊന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നയാൾ ആ സഹോദരങ്ങളോട് പറയാണ്, ഖാല ഹൽ അൻതും മുത്തലിഊൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ കൂട്ടുകാരനെ എത്തി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സൂറത്ത് സ്വാഫാത്തിന്റെ 54 അവനെന്ത് സംഭവിച്ചു എന്ന് നോക്കുന്നത്, ആ സുഹൃത്തിന് എന്താണിപ്പോൾ സംഭവിച്ചു എന്ന് നോക്കുന്നത് നാം അനുഭവിക്കുന്ന സന്തോഷത്തോടൊപ്പം വീണ്ടും സന്തോഷം വർദ്ധിപ്പിക്കും. കാരണം എന്താ? ദുനിയാവിൽ പരിഹസിച്ചവൻ, ദുനിയാവിൽ ആക്ഷേപിച്ചവൻ, ദുനിയാവിൽ ബുദ്ധിശൂന്യതയായി എനിക്കെതിരെ തിരിയാൻ കാരണക്കാരനായവൻ, അവനിപ്പോൾ അനുഭവിക്കുന്നത് നരകത്തിന്റെ അഗാധ തലങ്ങളിലാണ്. അവനുള്ളത് അവിടെയാണ്. അവൻ ആസ്വദിക്കുന്നതാകട്ടെ നരകത്തിന്റെ ശിക്ഷയുമാണ്. ഇതൊരു വല്ലാത്ത ആനന്ദകരമായ ഒരു കാഴ്ചയാണ്. നോക്കൂ നിങ്ങൾ, അത് നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ കൂടി വിളിക്കാണ്. ആരെ കാണാൻ? നരകത്തിൽ ദുനിയാവിലെ സുഹൃത്തിന്റെ അനുഭവങ്ങൾ കാണാൻ. ഈ സ്നേഹിതന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തന്റെ കൂട്ടുകാരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. സ്വർഗക്കാരെ കാണുന്നത് പരസ്പര സന്തോഷത്തിലും യോജിപ്പിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സ്വർഗത്തിലുള്ളവർ പരസ്പരം എങ്ങനെയാണ്? ഈഗോ ഇല്ല, കച്ചറല്ല, ആക്ഷേപങ്ങളില്ല, പരിഹാസങ്ങളില്ല, പീഡനങ്ങളില്ല, കുത്തുവാക്കുകളില്ല. ലാ ലഗ്വും ഫീഹാ വലാ തഅസീം. അന്യോന്യം യാതൊരു ആക്ഷേപത്തിനും കുത്തുവാക്കിനും കാരണമാകുന്നൊന്നുമില്ല. മനസ്സിനകത്ത് പകയും പോരും വിദ്വേഷവുമില്ല. ഒരു ഹൃദയത്തിന്റെ ഉടമകളെ പോലെ അവർ സ്വർഗത്തിൽ ജീവിക്കണം. ഇഹലോകത്ത് വെച്ച് സ്വർഗത്തിന്റെ അവകാശി പറയുന്ന കാര്യത തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സ്വന്തത്തെ രക്ഷിച്ച അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അയാള് പറയും, ആരോടെന്നറിയോ? നരകത്ത് കിടക്കുന്ന ആളോട്. അപ്പൊ ഇതിന്ന് മനസ്സിലാകുന്നത് എന്താ അറിയോ പ്രിയമുള്ളവരെ? തഫ്സീറിൽ വിശാലമായി ഇത് കാണാം. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പഠിപ്പിക്കുന്നിടത്തുള്ള തോട്ടക്കാരായ 2 സുഹൃത്തുക്കളുടെ കഥ പറയുന്നിടത്തുള്ള ആയത്തുകൾ പോലും മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ താഴെ തഫ്സീറായി കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ഖാല തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ. ആ നരകത്തിൽ കിടക്കുന്ന ആളോട് സ്വർഗത്തിൽ കിടക്കുന്ന സുഹൃത്ത് പറയും, അള്ളാഹുവെ തന്നെയാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്താക്കുമായിരുന്നു. കാരണം എന്താ? ദുനിയാവിൽ വെച്ച് നീ എന്നോട് പറഞ്ഞത് സംശയമുണ്ടാക്കുന്ന വാദങ്ങൾ ഉന്നയിച്ച് എന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചതിലൂടെ നിങ്ങൾ എന്നെ നശിപ്പിക്കുമായിരുന്നു. അതായത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്കും ആഖിറത്തിൽ അവിശ്വസിക്കുന്നതിലേക്കുമുള്ള നിന്റെ ക്ഷണം ഞാനെങ്ങാനും സ്വീകരിച്ചിരുന്നെങ്കിൽ നഊദുബില്ലാ, ഞാനും നിന്നോടൊപ്പം ഇപ്പോൾ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നു. വലൗലാ, എന്നിട്ട് സ്വർഗ്ഗക്കാരൻ പറയാണ്, വലൗലാ നിഅമത്തു റബ്ബി ലകുന്തു മിനൽ മുഹ്ദരീൻ.
എന്റെ റബ്ബിന്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ, എന്റെ റബ്ബിന്റെ നിഅമത്തില്ലായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ ഞാനും ഉൾപ്പെടുമായിരുന്നു. സൂറത്ത് സ്വാഫാത്തിന്റെ 57-ാമത്തെ ആയത്ത്. അതായത് തഫ്സീറിൽ കാണാം, അല്ലാഹു തആല എന്നെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, സന്മാർഗവും സൗഭാഗ്യവും നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നരകത്തിലകപ്പെട്ടേനെ. പ്രിയമുള്ളവർ, എത്ര ഗൗരവമുള്ള വാക്കാണ് ഈ പറയണത്. അള്ളാഹ് എനിക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്റെ കൂടെ നരകത്തിലെത്തുമായിരുന്നു എന്നാണ്. തന്റെ നിർഭാഗ്യവാനായ ആ ചങ്ങാതിയുടെ സ്ഥിതിഗതികൾ, നരകത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടപ്പോൾ തനിക്കും തന്റെ കൂട്ടുകാർക്കും സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന സൗഭാഗ്യത്തിൽ ആഹ്ലാദഭരിതനായി ആ മുഅ്മിനായ സഹോദരൻ പറഞ്ഞൊരു വാക്കെന്തരങ്ങള്, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദിബീൻ. എന്താ വാക്ക്? അല്ലാഹു തആല പറയുന്നു, വമാ നഹ്നു ബിമുഅദ്ദിബീൻ. ഇനി നാം മരണപ്പെടുന്നവരല്ലോ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ നാം ശിക്ഷിക്കപ്പെടുന്നവരുമല്ല. അതായത് സ്വർഗത്തിൽ നാം ശാശ്വതരാണ്, സ്വർഗസ്ഥരാണ് എന്നതിനാൽ നാം ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല. സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞ വാക്ക് അതിന്റെ തൊട്ട് താഴെ കാണാം, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം. ഈ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുകയും എന്നിട്ട് അതിൽ ഒരാൾ നരകത്തിലും മറ്റൊരാൾ സ്വർഗത്തിലുമാണ് എന്ന് റബ്ബ് നമ്മളോട് പറയുകയും, എന്നിട്ട് ഈ സ്വർഗത്തിന്റെ സുഖങ്ങളിൽ ആസ്വദിക്കുന്ന ആനന്ദിക്കുന്ന സുഹൃത്ത് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ മുഴുവനും എടുത്തു പറയുകയും അതൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ റബ്ബ് പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം. തീർച്ചയായും ഇത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. ഏത്? ദുനിയാവിലെ 60-70 കൊല്ലത്തിനിടക്ക് കിട്ടുന്നതിനെ കുറിച്ചല്ല ചർച്ച, പിന്നെ അനന്തമായ സ്വർഗത്തിലെ സുഖങ്ങളെ കുറിച്ചാണ് ചർച്ച. ഇത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. ഈ സംസാരം ആരുടേതാണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ, ഇമാമിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായം കാണാം. മഹാനായ ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുവ മിൻ കലാമില്ലാഹി തആല. ഇത്ര നേരം പറഞ്ഞ വർത്താനത്തിനിടയിൽ ഇപ്പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇതാരെ കുറിച്ച്? അത് ആരുടെ വാക്കാണ്? ഇത് അല്ലാഹുവിന്റെ വാക്കാണെന്ന് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ മിൻ കലാമി അഹ്ലിൽ ജന്ന. ഇതും ഇത്ര നേരം പറഞ്ഞ അതേ സ്വർഗക്കാരുടെ സംസാരമാണ് എന്ന് രണ്ട് അഭിപ്രായങ്ങളും അതിന്റെ കൂടെ കാണാൻ പറ്റും. അല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിലേക്ക് എത്തുന്നതിലൂടെ എല്ലാ നന്മയും അവർ കൈവരിച്ചു. ഈ സ്വർഗത്തിലേക്ക് എത്തിയതിലൂടെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം അവർ നേടിയെടുത്തു. ഈ സ്വർഗത്തിലേക്ക് എത്തിയതിലൂടെ അനിഷ്ടകരമായതും ഭയപ്പെടുന്നതുമെല്ലാം വിട്ടൊഴിഞ്ഞു. ഇതിലും വലിയൊരു വിജയമുണ്ടോ? അതല്ലേ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു തആല പറഞ്ഞത്, ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അപ്പോൾ തീർച്ചയായും അവൻ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. അതാണ് ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അലീം. ഏറ്റവും മഹത്തായ ഭാഗ്യം എന്നത് അതാണ്. എത്രത്തോളം നിങ്ങൾ ആകാശത്തിലും ഭൂമിയിലും അവരുടെ മേൽ അള്ളാഹുവിന്റെ തൃപ്തി ഇറങ്ങി. സ്വർഗത്തിന്റെ അഹലുകാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നിഅമത്ത് അതാണ്. അള്ളാഹുവിന്റെ സാമീപ്യത്താൽ അവർ സന്തുഷ്ടരായി. ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? അള്ളാഹുവിനെ കാണലാണ്. അത് മുഴുവനും അവർക്ക് ലഭിച്ചത് അവിടെയാണ്. അള്ളാഹുവിന്റെ അടുത്തായിരിക്കുകയും അവനെ അറിയുകയും അവനെ കാണുകയും അവനെ കേൾക്കുകയും ചെയ്യുന്നതിലൂടെ അവർ സന്തോഷം അനുഭവിക്കുന്നു. അള്ളാഹുവിന്റെ വാക്കുകൾ ഈ സ്വർഗത്തിലെ അവകാശികളെ ആനന്ദിപ്പിക്കുന്നു. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ സൂറത്തു സാഫാത്തിന്റെ 61-ാമത്തെ വാചകം അങ്ങനെയാണ്. പ്രയത്നിക്കുന്ന ആളുകൾ, അധ്വാനിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ളതിനു വേണ്ടി പ്രയത്നിച്ചു കൊള്ളട്ടെ, അധ്വാനിച്ചു കൊള്ളട്ടെ. ഏതിനു വേണ്ടി? സ്വർഗത്തിനു വേണ്ടി, സ്വർഗസുഖത്തിനു വേണ്ടി, ആനന്ദത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, നിത്യമായ അമരത്വത്തിന്റെ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ എന്ന് ഈ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പറയും കാണാം. ഈ ആയത്ത് പറയുന്നിടത്ത് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ കൊണ്ടുവരുന്നത് മറ്റൊരായത്താണ്. ഏതായത്തറിയോ? സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ സ്വർഗത്തിൽ ലഭിക്കുന്നതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് സ്വർഗത്തിൽ ലഭിക്കുന്ന മദ്യത്തെ കുറിച്ചാണ്. ഖിതാമുഹു മിസ്ക്. എന്നിട്ട് ഈ ആയത്തിന്റെ താഴെ കാണാം, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ.
വാശി കാണിക്കുന്നവർ ആ സ്വർഗത്തിലെ മദ്യത്തിന് വേണ്ടി വാശി കാണിച്ചോളി എന്ന ആയത്താണ് അധ്വാനിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ളതിനു വേണ്ടി അധ്വാനിച്ചു കൊള്ളട്ടെ എന്ന ആയത്തിന്റെ താഴെ മുഫസ്സിറുകൾ കൊണ്ടുവരുന്നത്. അല്ലാഹു അക്ബർ കബീറ. ഒക്കെ നിങ്ങൾ സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾ അവര് നടത്തുന്ന സംസാരവും പുറമെ നരകത്തിന്റെ അവകാശികളോട് അവർ നടത്തുന്ന സംസാരവും ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അവരനുഭവിക്കുന്ന സുഖങ്ങൾ എത്രയാണ് എന്നത് ഈ ആയത്തുകൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ. പ്രിയമുള്ളവർ, അത് സ്വർഗം നഷ്ടപ്പെടുത്തുക എന്നത് വലിയ നഷ്ടമാണ്, ഏറ്റവും വലിയ നഷ്ടതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു കോഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു വിഷയത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്നത് ഒരു നഷ്ടമല്ല പ്രിയമുള്ളവരെ. അത് വീണ്ടെടുക്കാൻ പറ്റും. ജീവിതത്തിലെ ഏത് നഷ്ടവും വീണ്ടെടുക്കാൻ പറ്റും. എന്നാൽ സ്വർഗം നഷ്ടപ്പെട്ടാൽ പിന്നെ അതൊരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല. വീണ്ടെടുക്കാനാകാത്ത, നികത്താനാകാത്ത നഷ്ടമാണത് സ്വർഗം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏറ്റവും സങ്കടപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും അസ്വസ്ഥരാകേണ്ടതും ഈ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. മറ്റുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരാകാതെ ഈ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായ കാര്യങ്ങളെ കൊണ്ടാകണം നാം നമ്മുടെ സമയത്തൊക്കെ ചെലവഴിക്കേണ്ടത് എന്നത് അതോടനുബന്ധിച്ച് ഓർമ്മപ്പെടുത്താൻ. രണ്ടാമത്തെ ഒരു സംസാരം ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂർ 52-ാം അധ്യായം അതിന്റെ 25 മുതൽക്ക് കാണാൻ സാധിക്കും. അവിടെ സ്വർഗത്തിലെ വക്താവ് സ്വർഗത്തിലെ മറ്റൊരു വക്താവിനോട് സംസാരിക്കാൻ. എന്താ? وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ. പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അവരിൽ ചിലരെ അഭിമുഖീകരിക്കുന്നതാണ്. നമുക്ക് ദുനിയാവിൽ പരിചയമുള്ള കാര്യമാണത്. എന്ത്? പരസ്പരമുള്ള സംസാരം. എന്നാൽ ഇവിടെ സംസാരിക്കുന്നത് ആരായിരിക്കും നിങ്ങൾ? ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് സ്വർഗത്തിലാണെങ്കിൽ നിങ്ങൾ നാലിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ആരാ? അവര് തമ്മിലാണ്. അള്ളാഹുവിന്റെ ദുനിയാവിൽ മുഅ്മിനീങ്ങളായി ജീവിച്ചവരും മുഴുവനും ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണെങ്കിൽ സംസാരിക്കുന്നത് ആരാണ്? സ്വർഗത്തിന്റെ അഹലുകാരാണ് പരസ്പരം സംസാരിക്കുന്നത്. എന്തെല്ലാം ആനന്ദങ്ങളും ആഗ്രഹങ്ങളും അവർക്കുണ്ടായിരുന്നു. എന്തെല്ലാം ആഗ്രഹങ്ങൾ ദുനിയാവിൽ വെച്ചു പുലർത്തിയ ആൾക്കാരായിരുന്നു. അതിലവരുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിലെത്തുക എന്നുള്ള. അത് നിറവേറിക്കഴിഞ്ഞ ഒരുത്തന് പരസ്പരം കണ്ടുമുട്ടുന്നിടത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത അനുഭൂതി. അതൊക്കെ എങ്ങനെ വിവരിക്കാം? അല്ലാഹു അഅലം. പ്രിയമുള്ളവരെ, അതായത് ദുനിയാവിലെ കാര്യങ്ങളും അവസ്ഥകളുമെല്ലാം അവരിങ്ങനെ ചർച്ചയാണ്. എപ്പോന്നറിയോ? ഇന്നവർ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയതിനെ കുറിച്ച് അവർ വിശദീകരിക്കണം. വാപ്പ പറയും ഞാനിങ്ങടെ എത്താണ്ടായ കഷ്ടപ്പാട് എത്രയെന്ന്. ഉമ്മ പറയും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന്. ഭാര്യ പറയും ഞാൻ എത്ര അധ്വാനിച്ചെന്ന്. ഭർത്താവ് പറയും ഞാനും എത്ര അധ്വാനിച്ചു. മക്കള് പറയും ഞങ്ങളും എത്ര അധ്വാനിച്ചു. എവിടേക്കെത്താൻ? പ്രിയമുള്ളവർ, ഈ സ്വർഗത്തിലേക്ക് എത്താൻ ഓരോരുത്തരും അവരവരുടെ അധ്വാനത്തെ കുറിച്ച് പരസ്പരം പറയണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതറിയോ? ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. അവര് പറയാണ്, സ്വർഗത്തിന്റെ അഹലുകാര് പറയാണ്, തീർച്ചയായും നാം മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഭയഭക്തിയുള്ളവരായിരുന്നു. വാപ്പിയും ഉമ്മയും മക്കളായിട്ട് ജീവിക്കുമ്പോഴേ ഭയഭക്തിയുള്ളവരായിരുന്നു. അതായത് ദുനിയാവിൽ വെച്ച് നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും ആ ഭയത്താൽ പാപങ്ങളെ ഉപേക്ഷിക്കുന്നവരുമായിരുന്നു. എന്നിട്ടോ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അതിനാൽ അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം നൽകുകയും രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന നരകത്തിന്റെ അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്തു എന്നാണ്. അള്ളാന്റെ ദുനിയാവില് അവനാന്റെ കുടുംബത്തിലായിരിക്കെ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കെ നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും പാപങ്ങളെ വർജിക്കുന്നവരുമായി, ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് റബ്ബ് എന്ത് ചെയ്തറിയോ? രോമകൂപത്തിലൂടെ തുളച്ച് കയറുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെടുത്തി. എവിടുന്നാണ് പ്രിയമുള്ളവർ ഈ സംസാരം അറിയോ? സ്വർഗത്ത് സംസാരിക്കാൻ. ഇവിടെ വഖാന അദാബ സമൂ എന്ന് പറഞ്ഞാല് ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ മുഫസ്സിറുകൾ, അദ്ദേഹം ഭാഷാ പണ്ഡിതന് കൂടിയാണ്, ഇമാം കൽബി റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞു അദാബന്നാർ എന്നാണ്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നാണ്. എന്നാൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു സമൂം എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മിൻ അസ്മാഇ ജഹന്നം,
നരകത്തിന്റെ പേരുകൾപ്പെട്ടൊരു പേരാണ്. അപ്പോ അദാബ സമൂം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ നാർ സെയിം തന്നെ, സമാനമായ ആശയം, അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങള് സന്മാർഗം സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ചപ്പോ നരകത്തിന്റെ കഠിന ചൂടിൽ നിന്ന് രക്ഷ ലഭിച്ചു എന്നാണ്. എന്നിട്ട് അവര് പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. തീർച്ചയായും നാം മുമ്പേ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇവിടെ നദ്ഉ എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന ദുആഉ ഇബാദത്തിൻ വ ദുആഉ മസ്അലത്തിൻ. രണ്ട് ദുആ ഇതിൽ പെടും, രണ്ട് ദുആ ഇതിൽ പെടും. നമ്മൾ എവിടെ ദുആ എന്ന് കാണുമ്പോഴൊക്കെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് മാത്രമല്ല അർത്ഥം. ഇവിടെ നദ്ഉ എന്ന് പറഞ്ഞാൽ അതിന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി നദ്ഉ എന്നത് നഅ്ബുദു എന്ന് വിശദീകരണം നൽകുന്നത് കാണാൻ പറ്റും. അതുപോലെ അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെ വിവരം നൽകുന്നത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നാം മുമ്പേ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇവിടെ നദ്ഉ എന്നാണ്. അതായത് തീർച്ചയായിട്ടും നാം നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുന്നവരായിരുന്നു, തൗഹീദുള്ളവരായിരുന്നു. എത്രത്തോളം നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവനോട് രക്ഷപ്പെടുത്താൻ നാം സദാ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒന്ന്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നവർ. രണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ദുആഉ ഇബാദത്തിൻ വ ദുആഉ മസ്അലത്തിൻ. ഇതിൽ ഇബാദത്തായി ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്, ആവശ്യങ്ങൾക്കായി ചോദിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവും നമുക്ക് നൽകുക എന്നത് നമുക്കവൻ നൽകുന്ന കാരുണ്യവും ഔദാര്യവുമാകുന്നു. അത് റബ്ബിനോട് ചോദിക്കണം, അള്ളാഹിനോട് ചോദിക്കണം. സ്വർഗത്തെ നിരന്തരം ദുനിയാവിലായിരിക്കെ ബാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ നിരന്തരമായി റബ്ബിനോട് സ്വർഗത്തെ ചോദിക്കുന്നവരായിരുന്നു. നിരന്തരമായി ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുമായിരുന്നു. അതാണ് ഇവിടെ നദ്ഉ എന്ന് പറഞ്ഞാൽ. അവരന്യോന്യം പലതും സംസാരിച്ചും ചോദ്യങ്ങൾ നടത്തിയും ഒക്കെ അങ്ങനെ ചോദ്യങ്ങൾ നടത്തി അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ തങ്ങൾ ദുനിയാവിലെ ജീവിതത്തിൽ തങ്ങളുടെ സ്വന്തക്കാർക്കിടയിൽ കഴിഞ്ഞുകൂടിയ കാലത്തെക്കുറിച്ച് അവർ ഓർക്കാൻ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ കുറച്ച് പ്രായമാവുമ്പോ കുട്ടിക്കാലത്ത് ഓർക്കാറുണ്ട്, നല്ല പ്രായമാവുമ്പോ യുവത്വകാലത്ത് ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ മധ്യകാലത്ത് ഓർക്കാറുണ്ട്. നമ്മൾ പലരും പല കാലത്തെ കുറിച്ച് ഓർക്കാറുണ്ട്. എന്നാൽ ഇവർ ഓർക്കണം എവിടെ അറിയങ്ങള്? ഒരു പുരുഷായുസ് ഈ ദുനിയാവിൽ ഇണകളും മക്കളും ഒക്കെ ജീവിച്ച കാലഘട്ടത്തിൽ അതിനിടയിൽ എന്തെല്ലാം നമ്മൾ അനുഭവിച്ചു. ഇന്ന് ഈ സെക്കൻഡിൽ നമ്മൾ മരിച്ചാൽ ഈ സെക്കൻഡ് വരെ നമ്മൾ അനുഭവിച്ച ഒരു ലോകത്തെക്കുറിച്ച് അവർ ഓർക്കാണ്. എവിടുന്ന് നിങ്ങള്? സ്വർഗത്ത് ഒരുമിച്ചിരുന്നിട്ട് ഓർക്കാണ് സ്വർഗക്കാരൊക്കെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞൊരു ലോകത്തെക്കുറിച്ച് ചർച്ച. എനിക്കത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു ഖത്തീബ് നിലക്ക് എനിക്കുള്ളൊരു ആശങ്ക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. അള്ളാന്റെ കലാമല്ലാത്തതൊന്നും എനിക്ക് നിങ്ങളോട് പറയാല്ലാത്തതാണ്. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ എനിക്കറിയില്ല. ഇതിന്റെ വികാരം, ഫീലിംഗ് എവിടുന്നാണ് ഈ സംസാരിക്കുന്നത് എന്ന ബോധം നമുക്ക് ഈ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായാലാണ് ഇതിന്റെ ആ ഫീലിംഗ് നമുക്ക് ശരിക്കും കിട്ടപ്പെടുള്ളൂ. ഇവര് സ്വർഗത്ത് നിന്നാണ് ഈ സംസാരിക്കുന്നത്. ഈ ദുനിയാവിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അള്ളാനെ പേടിച്ചും അവന്റെ ശിക്ഷയെ ഭയന്നും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നും അവനെ മാത്രം ഇബാദത്തെടുത്തും അവനോട് മാത്രം നേർച്ച നേർന്നും അവന് മാത്രം സത്യം ചെയ്തും ഇബാദത്തിന്റെ ഇനങ്ങളും വകുപ്പുകളും മുഴുവനും അള്ളാഹ്ക്ക് മാത്രം സമർപ്പിച്ചും ആ മാർഗത്തിലുണ്ടായ പീഡനങ്ങളും പരീക്ഷങ്ങളും പരിഹാസങ്ങളിലും മുഴുവൻ ക്ഷമിച്ചും പരസ്പരം നന്മ കൊണ്ട് വസിയത്ത് ചെയ്തും അങ്ങനെ മരിക്കുന്നത് വരെ കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടത്തിന്റെ തീഷ്ണമായ ഒരു അവസ്ഥയെ അവരിങ്ങനെ ആലോചിക്കണം. അവിടെ അതിനകത്ത് എന്തുണ്ട്? രസമുണ്ട്, പീഡനുണ്ട്, പ്രയാസമുണ്ട്, പാലായനുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ആലോചിക്കുന്നിടത്ത് ഫലസ്തീനികളുണ്ട്, ഈ ആലോചിക്കുന്നിടത്ത് സിറിയക്കാരുണ്ട്, ഈ ആലോചിക്കുന്നിടത്ത് മുഅ്മിനീങ്ങൾ മുഴുവനുണ്ട്, ഓരോ കാലഘട്ടക്കാരുണ്ട്. ഈ ആലോചിക്കുന്നിടത്ത്, ഈ സംസാരിക്കുന്നിടത്ത് ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉണ്ടാവും. അവിടെ ആലോചിച്ചൊക്കെ എന്താണ് ആലോചിക്കണം? ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം. അല്ലാഹു തആല ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ വെച്ച് അങ്ങനെ ആലോചിക്കാനുള്ള തൗഫീഖ് നൽകി, പരസ്പരം സംസാരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി
اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. സ്വഫൊന്ന് ശരിക്കും ഇരുന്നാൽ തന്നെ കുറച്ചൊരാശ്വാസം. നിങ്ങൾ ആർക്കോ വേണ്ടി ഇരിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഒന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഇരിക്കണ പോലെ അള്ളാന്റെ പള്ളി ഇരിക്കണം. ഞാൻ എന്താ ഇങ്ങനെ പറയണത്, ഈ വളർന്നു വരുന്ന കുട്ടികൾ എൻ്റെ മുന്നിലുള്ളതുകൊണ്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ്. അവരെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് മുതിർന്ന ആൾക്കാർ പോലും ഇരിക്കുന്നതെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അവിടെ ശ്രദ്ധിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തണം. അല്ലാഹുവിന്റെ കിതാബ് 74-ാമത്തെ അധ്യായം സൂറത്ത് അൽ മുദ്ദസ്സിർ, അതിന്റെ 40 മുതൽക്ക് തുടർന്ന ആയത്തിൽ സ്വർഗക്കാരും അതേപോലെ തന്നെ ദുനിയാവിൽ അവരോട് ഒന്നിച്ച് ജീവിക്കുകയും പിന്നീട് നരകത്തിൽ പോവുകയും ചെയ്ത ആളുകളും തമ്മിൽ നടക്കുന്നൊരു സംസാരമാണ്. ഇതൊക്കെ നമ്മൾ ജീവിക്കണം. ഇത് ശരിക്കും ജീവിതമാണ്. ശരിക്കും ലൈഫ്, റിയൽ ലൈഫാണത്. ഒറിജിനൽ ജീവിതം ഇതാണ്. ചങ്ങായി ജീവിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചോദിക്കുക ഒരാളോട്. ശരിക്കും ജീവിതം എന്ന് പറഞ്ഞതാണ് സ്വർഗത്തിലെത്തുക എന്നുള്ളതാ ജീവിതം. നരകത്തിലെത്തുക എന്നതാണ് നാശം. അല്ലാഹു തആല കാക്കട്ടെ. ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين. അതിങ്ങനെ തുടർന്നു വരാണ്. എന്താ അവർ ചോദിക്കണം? ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, ചില സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ. നമ്മൾ പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ ഉന്നതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉന്നതങ്ങളുള്ളതും ഫിർദൗസ എന്ന് പറഞ്ഞു. പല തോട്ടങ്ങളിലായ ആളുകളാണ്. അവരന്വേഷിക്കും ആരെക്കുറിച്ച്? അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച്. ഇമാം ബഗവി നൽകിയ തഫ്സീർ മുശ്രിക്കീനാണ്, മുശ്രിക്കുകളെ കുറിച്ച്, അല്ലെങ്കിൽ മഅസിയത്ത് പ്രവർത്തിച്ചവരെ കുറിച്ച്, അഥവാ കുറ്റവാളികളെ കുറിച്ച് അവർ അന്വേഷിക്കും. അത് ഈ സ്വർഗത്തിൽ വസിക്കുന്നവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുകയും സമാധാനവും സന്തോഷവും പൂർണ്ണമായി ലഭിക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ കിട്ടുന്നതിനിടയിൽ അവരന്വേഷിക്കാൻ ആരെ കുറിച്ചെന്നറിയോ? കുറ്റവാളികളെ കുറിച്ച് അന്വേഷിക്കാൻ. അല്ല, നമ്മുടെ നാട്ടിൽ ചങ്ങായിണ്ടെന്നില്ലേ, മൂപ്പ എവിടെ? അല്ല, നമ്മളെ ഇന്നാളെ ഭാര്യ ഇപ്പൊ എവിടെ? നമ്മളെ പെങ്ങളെവിടെ? വല്യമ്മ എവിടെ? അവരന്വേഷിക്കാണ്. പ്രിയമുള്ളവർ, നമ്മൾ അന്വേഷിക്കാണ്. കൂട്ടുകുടുംബാദികളെ കുറിച്ച് അന്വേഷിക്കാണ്. മഹ്ശറിൽ നിന്ന് അന്വേഷണമല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി. എല്ലാരും കാണുമ്പോൾ ഓടിപ്പോണം. എന്നാൽ സ്വർഗത്തിലേക്ക് എത്തുമ്പോ അങ്ങനെയല്ല വിഷയം. സ്വർഗത്തിലേക്ക് എത്തുമ്പോ പരസ്പരം അന്വേഷിക്കാണ്. ബാപ്പ എവിടെ? ഉമ്മ എവിടെ? ഇണകളെവിടെ? മക്കളെവിടെ? അവിടെ ആലോചിച്ചോക്കണം. ഈ ചോദിക്കുന്നത് ഭർത്താവാണെങ്കിൽ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കുന്ന അവളെവിടെ? അല്ലെങ്കിൽ അവനെവിടെ? എല്ലാം ചോദിക്കണ കൂട്ടത്തില് ഏതവസ്ഥയിലാണ് അവരവിടേക്ക് വന്നത്? അള്ളാഹു അവരോട് കരാർ ചെയ്തവർക്ക് ലഭിച്ചു. അപ്പോൾ അവരിൽ ചിലരോട് പറയും, എന്തറിയോ, നിങ്ങൾ നരകത്തിലേക്ക് നോക്കുന്നില്ലെന്ന്. നരകത്തേക്ക് നോക്കാൻ പറയും. അപ്പോ ഈ അന്വേഷിക്കുന്ന ആൾക്കാരിൽ പലരും നരകത്തിന്റെ മധ്യത്തിൽ ശിക്ഷിക്കുന്നവരായി അവർ കാണുന്ന. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. നമ്മളുമായി ബന്ധപ്പെട്ട പലരെയും നരകത്തിന്റെ മധ്യത്തിൽ നമ്മൾ കണ്ടാൽ അവിടെ ആലോചിച്ച് നോക്കി. അപ്പോൾ അവരോട് ചോദിക്കും. ഈ ആയത്തിൽ പ്രത്യേകം നമ്മൾ മുജ്രിമീങ്ങളെ ഉദ്ദേശിച്ചിട്ട് മുശ്രിക്കുകൾ തന്നെ പറഞ്ഞാൽ ശിർക്ക് ചെയ്ത് മരിച്ചുപോയ ആൾക്കാരാണ് ഈ ആയത്തിന്റെ ഒരു തഫ്സീറുള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ പഠിച്ചാൽ അവർ ചോദിക്കണം, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങളെ നരകത്തിൽ, സഖർ എന്ന് പറഞ്ഞ നരകത്തിന്റെ മറ്റൊരു പേരാണ്, ആ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തൊന്നാണ്, എന്ത് കാരണത്താലാണ്? അതായത് നരകത്തിൽ പ്രവേശിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ അതിന് ചെയ്ത തെറ്റെന്താണ്? അപ്പൊ അവര് മറുപടി പറയും, ഖാലൂ, മക്കൾ ശരിക്കും ശ്രദ്ധിക്കണം, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല. ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായി. നരകത്ത് പോകാനുള്ള ഒരു കാരണം നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീനിന്, അഗതിക്ക് ഭക്ഷണം നൽകുമായിരുന്നില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ആയത്തിന്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ കൊടുക്കുന്നത് കാണാം. ഇസ്ലാമിന് നിഷേധിച്ചവർ മറുപടിയായിട്ട് പറയുന്നതാണ്,
ഞങ്ങൾ ദുനിയാവിലെ ജീവിതത്തിൽ നിർബന്ധ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല. പിന്നെ അവർ ചെയ്തിരുന്നത് എന്താണ്? അതവരിങ്ങോട്ട് പറയണം. എന്താ അവർ പറഞ്ഞത്? തോന്നിവാസത്തിൽ ജീവിക്കുന്നവരുടെ കൂടെ ഞങ്ങളും തോന്നിവാസത്തിൽ മുഴുകുമായിരുന്നു. സൂറത്ത് മുദ്ദത്തിറിന്റെ 45-ാമത്തെ ആയത്ത്. ഖായിദീങ്ങളാണ് അവർ. എന്താണ് ഖായിദീങ്ങൾ? വിശാലമായ മാന. പ്രിയമുള്ളവര്, ഒരു ഹക്കുമില്ലാത്ത തീർത്തും നിരർത്ഥകമായ ഒരു ജീവിതം. അതിനകത്ത് ഹറാമുണ്ടാകും, അതിനകത്ത് എല്ലാ നിലക്കുമുള്ള തോന്നിവാസങ്ങളുടെ, സംഗീതത്തിന്റെ, സിനിമയുടെ, ലഹരിയുടെ ഒരു ലോകം. തോന്നിവാസം എന്ന് പറയാവുന്നത് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ. അതായത് എത്രത്തോളം വെച്ചാൽ സത്യത്തോട് തർക്കിക്കുകയും അസത്യത്തിൽ അവർ മുഴുകുകയും ചെയ്തു എന്നാണ്. അതാണ് ശരിക്കും ഖായിദീങ്ങൾക്ക് നൽകപ്പെട്ട ഒരു മാനതാണ്. ഹക്കിനെതിരാവുക, ബാത്തിലിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു അബദ്ധം കൂടി അവർ ചെയ്തത് എന്താണെന്നറിയോ? പ്രതിഫലത്തിന്റെ നാളിനെ ഞങ്ങൾ നിഷേധിച്ചു കളയുമെന്ന്. അങ്ങനെ ഒരു ലോകമൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയണതാണ്. മക്കത്തെ മുശ്രിക്കുകളെ മാത്രം എടുത്തു നോക്കിയാൽ മതി. നമുക്ക് മക്കത്തെ മുശ്രിക്കുകളിൽ 5-6 പ്രബല ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിന്റെ വിശ്വാസം തന്നെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ തന്നെ അങ്ങനെയാണ്. അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട്, അഥവാ റബ്ബ് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിക്കും. പക്ഷേ ആഖിറത്തിൽ അവർ നിഷേധിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ പറയും, ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കുന്നു മരിക്കുന്നു, കാലമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഇങ്ങനെ ഒരു താൽക്കാലിക ജീവിതമല്ലാതെ വേറൊന്നുമില്ല എന്ന രീതിയിലുള്ളൊരു സംസാരമാണ് അവർ നടത്തിയിരുന്നതെന്നാണ്. അപ്പോ ഈ ആയത്തനുസരിച്ച് ആ കാലഘട്ടക്കാരായാലും ഇനി ഏത് കാലഘട്ടക്കാരായാലും ഈ സ്വഭാവം നരകത്തിൻ്റെതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം നിങ്ങൾ. എന്നിട്ട് അവർ പറയാണ് ഹത്താ അതാനൽ യഖീൻ. അങ്ങനെ ഇരിക്കെ ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തിയെന്നാണ്. ഞങ്ങളങ്ങനെ നിഷേധത്തിലായി മരണപ്പെട്ടപ്പോൾ അവരുടെ എല്ലാ സൂത്രങ്ങളും, ദുനിയാവിൽ അവരുണ്ടാക്കി വെച്ച എല്ലാതും വൃഥാവിലായി. അവരുടെ മുഖത്തെ പ്രതീക്ഷകൾ മുഴുവനും അടഞ്ഞുപോയി. ഇരുണ്ട മുഖത്തിന്റെ, ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞതുപോലെ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. നരകത്തിലേക്ക് എത്തുന്നിടത്ത് അവരുടെ അവസ്ഥകൾ, ഹാലുകൾ നമുക്ക് കാണാൻ പറ്റും. യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് എന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടില്ല. ശുപാർശ ആർക്കാ പ്രയോജനപ്പെടുക? അത് മുവഹിദീങ്ങൾക്കാണ്. അസ്ലിൽ തൗഹീദ് ഉള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്ത് നിശ്ചയിച്ചവരുടെ ശഫാഅത്തൊക്കെ ഉപകരിക്കാം. അതായത് തഫ്സീറിൽ കാണാം, അവർക്ക് മലക്കുകളുടെയോ നബിമാരുടെയോ സ്വാലിഹീങ്ങളുടെ ആളുകളുടെയോ ഒന്നും മധ്യസ്ഥത, ശുപാർശ അവർക്കൊരു ഫലവും ചെയ്യൂല. കാരണം എന്താ അറിയോ? അള്ളാഹുവിങ്കൽ ശുപാർശ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തിയെയും അവൻ ശുപാർശ ചെയ്യുന്ന വ്യക്തിയെയും അള്ളാഹു തൃപ്തിപ്പെടണം. കാരണം ഷഫാഅത്തിനെ സംബന്ധിച്ച് പഠിക്കുന്നിടത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഷഫാഅത്ത് ചെയ്യുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടണം. അള്ളാഹ് തൃപ്തിപ്പെടുന്നവർ മാത്രമേ ഷഫാഅത്ത് ചെയ്യൂ. രണ്ടാമത്തത്, ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചെയ്യേണ്ടത് ആ വ്യക്തിയെയും അള്ളാഹു തൃപ്തിപ്പെടണം. അതല്ലാതെ ആരാന്റെ ഊരമ്മൽ സ്വർഗത്ത് പോണ പരിപാടി ദീനുൽ ഇസ്ലാമിലില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടൂല എന്ന്. കാരണം ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഇനി അവർക്ക് ഷഫാഅത്തുകാരെ ഷഫാഅത്തൊന്നും പ്രയോജനപ്പെടില്ല. കാരണം എന്താ? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് അവൻ തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ ഷഫാഅത്ത് ചെയ്യൂ. ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടില്ല. നോക്കൂ, നിങ്ങൾ ഇവർ ചെയ്തു പോയത് എന്തൊക്കെയാണ്? ഒന്ന്, നിസ്കരിക്കൂല. 2, അഗതിക്ക് ഭക്ഷണം കൊടുക്കില്ല. 3, തോന്നിവാസത്തിലാണ് അവർ ജീവിക്കുന്നത്. 4, ആഖിറത്ത് അവർ കളവാക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട 4 പാപങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നൊരു വിഭാഗം. ഇതാരാണ് ചോദിക്കണത്? സ്വർഗത്ത് കിടക്കണവരാണ് ചോദിക്കണത്. ആരെക്കുറിച്ചാണ് ചോദിക്കണത്? ദുനിയാവിൽ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരെ കുറിച്ച് അന്വേഷിക്കണം. നിങ്ങൾ ശരിക്കും മനസ്സിൽ കുറിച്ചിടേണ്ട പോയിന്റാണ്. ദുനിയാവിൽ നമ്മോടൊത്തുണ്ടായിരുന്ന ആളുകളാണ്. അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവര് സംസാരിക്കുന്നത് മുഴുവനും സുഖങ്ങളും രസങ്ങളും താല്പര്യങ്ങളും സമാധാനവും സുസ്ഥിതിയും സ്വസ്ഥതയും ആശ്വാസവും നിർവൃതിയും മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണതയാണ് സ്വർഗം. അങ്ങനത്തെ ഒരു ലോകത്ത് വെച്ചിട്ടാണ് ഈ സംസാരമൊക്കെ നടക്കുന്നത്.
നോക്കൂ നിങ്ങൾ, അവരനുഭവിക്കുന്ന സമാധാനം, സന്തോഷം എത്രയായിരിക്കും, അവരനുഭവിക്കുന്ന ആനന്ദം എത്രയായിരിക്കും, അവരനുഭവിക്കുന്ന മനസ്സുഖം എത്രയായിരിക്കും. അത് അല്ലാഹു തആല അവർക്ക് നൽകുന്നൊരു പ്രത്യേക അനുഭൂതിയാണ്. റബ്ബുൽ ഇസ്സത്ത് ആ അനുഭൂതിയുടെ സ്വർഗത്തിന്റെ സുഖങ്ങളിൽ നമ്മയും നമ്മുടെ ഇണകളെയും മാതാപിതാക്കളെയും മുഅ്മിനീങ്ങളെ മുഴുവനും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അല്ലാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, സമാധാനം ചൊരിയുമാവട്ടെ. ഫലസ്തീൻ അല്ലാഹു തആല അവർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അല്ലാഹുമ്മ റഹംഹും ഫിലസ്തീൻ, അല്ലാഹുമ്മ ഗഫിർ ലഹും ഫിലസ്തീൻ, അല്ലാഹുമ്മ അൻസുർഹും ഫിലസ്തീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.